ഹലോ! വളരെ സിമ്പിളായിട്ടും വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും ഇതുപോലൊരു അടിപൊളി ഹെയർ ബോ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വളരെ അടിപൊളിയായിട്ടും അതുപോലെ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലും ഒന്നും അറിയാൻ വയ്യാത്തവർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ഹെയർ ബോ ആണ് കേട്ടോ ഇത്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്ന 2 പീസ് സാറ്റിൻ റിബണാണ് കേട്ടോ. സാറ്റിൻ റിബണും ഗ്രോസ് ഗ്രെയിൻ റിബണും എടുക്കാം. അപ്പോൾ ഇതിൻ്റെ വീതി വന്നിട്ട് 1 സെൻറ്റിമീറ്ററാണ് രണ്ടിൻ്റെയും. നീളം വന്നിട്ട് 75 അല്ലെങ്കിൽ 90 എടുക്കാം. 75 എന്ന് പറഞ്ഞാൽ റിബണിൻ്റെ പകുതി വരെ വന്ന് നിൽക്കും. അല്ല, ബോയുടെ പകുതി വരെ വന്ന് നിൽക്കും. അതുപോലെ തന്നെ 90 എടുക്കുകയാണെങ്കിൽ ബോ ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കും കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ബോ ഫുള്ളായിട്ട് കവർ ചെയ്യണമെങ്കിൽ 90 സെൻറ്റിമീറ്റർ എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ 75 സെൻറ്റിമീറ്റർ എടുക്കുക കേട്ടോ. അപ്പം എടുത്തതിന് ശേഷം രണ്ടറ്റവും നമുക്ക് ഇതുപോലെ ഉരുക്കി കൊടുക്കണം. രണ്ടറ്റവും ഉരുക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒരു റിബൺ എടുക്കുക. റിബൺ എടുത്തിട്ട് രണ്ടറ്റങ്ങളും ഇതുപോലെ ചേർത്ത് പിടിക്കണം. രണ്ടറ്റങ്ങളും ഇതുപോലെ ചേർത്ത് പിടിക്കുക. അപ്പോൾ നിങ്ങൾ റിബൺ എടുക്കുമ്പോൾ രണ്ടും ചേരുന്ന കളർ എടുക്കുക കേട്ടോ. രണ്ടും ചേരുന്ന കളർ എടുക്കുക. നിങ്ങൾക്ക് ഒന്നെങ്കിൽ സാറ്റിൻ റിബൺ എടുക്കാം, അല്ലെങ്കിൽ ഗ്രോസ് ഗ്രെയിൻ റിബൺ എടുക്കാം കേട്ടോ. ഏത് റിബൺ വേണമെങ്കിലും എടുക്കാം. ഇതുപോലെ രണ്ടറ്റം ചേർത്ത് പിടിച്ച് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 റിബണിൻ്റെ നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുക. രണ്ടറ്റവും പ്രസ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ചേർത്ത് പിടിച്ചതിന് ശേഷം രണ്ടറ്റവും നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് ക്വാളിറ്റി കുറഞ്ഞ റിബണാണ് കേട്ടോ എടുത്തേക്കുന്നത്. ക്വാളിറ്റി ഇല്ലാത്ത റിബണാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ക്വാളിറ്റിയുള്ള റിബൺ എടുക്കുന്നതായിരിക്കും നല്ലത്. ഒന്നെങ്കിൽ ഗ്രോസ് ഗ്രെയിൻ എടുക്കുക, അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ സാറ്റിൻ റിബൺ എടുക്കുക. നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെങ്കിൽ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് മതി. നമുക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അതിനുശേഷം തന്നെ ഇതിൻ്റെ മണ്ടയിൽ നമ്മൾ പച്ചയുടെ മണ്ടയിൽ മഞ്ഞ എന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഇതുപോലെ സെൻറ്റർ ഭാഗം രണ്ടും നമുക്ക് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന പശയെന്ന് പറഞ്ഞാൽ ഫെവി ബോണ്ടാണ് കേട്ടോ. നല്ല പശയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ടറ്റങ്ങൾ നന്നായിട്ട് ഒട്ടിയൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടും കൂടെ നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക കേട്ടോ. രണ്ടും കൂടെ നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കുക. മാക്സിമം നന്നായിട്ട് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഒട്ടുന്നൊരു പശയാണ് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ഒട്ടി. ഞാൻ പല വീഡിയോസിലും ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ രണ്ടും കൂടെ നന്നായിട്ട് ഒട്ടി പിടിക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള റിബൺ എടുക്കുക. അതുപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള നന്നായിട്ട് ചേർന്ന് പോകുന്ന 2 കളറുകൾ എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ കളറിലും ചെയ്യാം. രണ്ടും ഒരേ കളറിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷേങ്കിൽ പല കളറിൽ ചെയ്യുന്നതായിരിക്കും ഭംഗി. കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യാം. ഈ പച്ച ആ മഞ്ഞയുടെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കണ്ടോ. ഇതുപോലെ ആ പച്ച നമ്മുടെ മഞ്ഞയുടെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് വരിഞ്ഞു കൊടുക്കാം. കണ്ടല്ലോ. എന്നിട്ട് ഇനി നമ്മൾ പച്ചയുടെ മുകളിലോട്ട് മഞ്ഞ ഇങ്ങനെ വരിഞ്ഞു കൊടുക്കാം. നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. പണ്ടൊക്കെ നമ്മൾ ഓലയ്ക്കാലുണ്ടല്ലോ, ഓലയ്ക്കാൽ എടുത്തിട്ട് ഇതുപോലെ പാമ്പിനെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിൻ്റെ മുകളിലോട്ട് ഒന്നായിട്ട് ഇതുപോലെ വെച്ച് പോകാം. കണ്ടല്ലോ. ഇനി നമുക്ക് മഞ്ഞയുടെ മുകളിലോട്ട് പച്ച ഇതുപോലെ പിടിക്കാം. അപ്പോൾ 2 റിബണുകൾ ഇങ്ങനെ ചേർത്ത് വേണം പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് പച്ചയുടെ മുകളിൽ മഞ്ഞ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞയുടെ മുകളിൽ പച്ചത് ഇതുപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. അങ്ങനെ നമ്മൾ മോൾ ഭാഗം വരെ ചെയ്ത് പോവാം കേട്ടോ. വളരെ എളുപ്പമാണ് കേട്ടോ. വളരെ എളുപ്പമാണ്. ഒന്നും അറിയാത്തവർക്ക് പോലും, കൊച്ചു പിള്ളേർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബോയാണ് കേട്ടോ ഇത്. വളരെ സിമ്പിളാണ്. വളരെ സമയ ചിലവും കുറവാണ്. നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് 2 ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രയ്ക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, 2 റിബണുകൾ, അതായത് ഒരു വശത്തോളം 2 റിബണും ഒരേപോലെ ഇരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കത് വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇറുക്കി പിടിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അയഞ്ഞു പോകരുത്. നന്നായിട്ട് ഇറുക്കി വേണം പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അളവുകളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോ ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് 90 എടുക്കാം. അതുപോലെ തന്നെ ഉരുക്കുമ്പോൾ ചെറുതായിട്ട് നന്നായിട്ട് ഉരുകി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ 91 എടുക്കണം കേട്ടോ. ചിലപ്പോൾ 2 അറ്റങ്ങൾ ഉരുകി പോകുമ്പം അവിടെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഉരുക്കുമ്പോൾ നന്നായിട്ട് കയറിപ്പോകും കേട്ടോ. എനിക്കിപ്പോൾ ഇങ്ങനെ പേടിയാണ്. അതിപ്പം അങ്ങനെ പേടിയൊക്കെ ഉള്ളവർ ഉരുക്കുമ്പോൾ ഇച്ചിരി അങ്ങോട്ട് അകത്തോട്ട് കയറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. റിബൺ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർ ഒന്നെങ്കിൽ 90 അര എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ 91 എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ബോയുടെ പകുതി വരെ മതിയെന്നുണ്ടെങ്കിൽ 70 75 എടുക്കുക കേട്ടോ. 70 75 അല്ല 75 എടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് അറ്റം വരെ ഇങ്ങനെ ചെയ്തു പോകണം കേട്ടോ. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണ്, സെയിൽ ചെയ്യാനല്ല പഠിക്കുന്നതുള്ളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ സാധാ റിബണിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് സെയിൽ ചെയ്യാത്തതുകൊണ്ടാണ് എല്ലാം ഞാൻ ക്വാളിറ്റിയുള്ള റിബൺ ഉപയോഗിക്കാത്തത്. നഷ്ടം വരും കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ വെറുതെ ഞാൻ ഉണ്ടാക്കിയുടെ വെച്ചേക്കുമല്ലേ, അപ്പുറത്തും കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിന് കൊടുക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ സെയിൽ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര നഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതൊന്നും ക്വാളിറ്റിയുള്ള റിബൺ വാങ്ങിക്കാത്ത. ഇതിനകത്ത് വലിയ തയ്യലൊന്നും വരുന്നില്ലല്ലോ. തയ്യലൊന്നും വരാത്തതിൽ നമുക്ക് ക്വാളിറ്റി കുറഞ്ഞാലും ഉപയോഗിക്കാം. പക്ഷേ സെയിൽ ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇച്ചിരി ക്വാളിറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും നല്ല ഓർഡർ കിട്ടും കേട്ടോ. അപ്പോൾ ഈ മോൾ വരെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. മോൾ ഭാഗം വരെ നമ്മൾ ഇതുപോലെ
ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. എങ്ങനെ ഒട്ടിക്കുന്നത് നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ ഇനി ഒട്ടിക്കാൻ പോകുന്നതും ഇനി നമ്മൾ അങ്ങോട്ട് വെക്കാൻ പോകുന്നതും അതിന് മുന്നേ വെച്ചതുമായിട്ടുള്ളത് എടുത്ത് നമ്മൾ ഇതുപോലെ പശ തേച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ പശ തേച്ച് കൊടുക്കുക. എങ്കിലേ നമ്മൾ കറക്റ്റായിട്ട് അവിടെ ഇരിക്കത്തുള്ളൂ. കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ പശ തേച്ച് കൊടുത്തതിന് ശേഷം ഇനി ഒട്ടിക്കാനുള്ളതും കൂടെ പശ തേച്ച് കൊടുക്കുക. അങ്ങനെ ഒരു 2 ലെയർ അല്ലെങ്കിൽ 3 ലെയർ നമ്മൾ ഇതുപോലെ പശ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളും. ഒരിക്കലും അഴിഞ്ഞു പോകത്തില്ല കേട്ടോ. അത് അങ്ങനെ തന്നെ ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് പശ തേച്ച് കൊടുക്കുക കേട്ടോ. ഒരു 3 അല്ലെങ്കിൽ 2 സെക്ഷൻ നമ്മൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ അത് അങ്ങനെ തന്നെ അവിടെ ഇരുന്നോളും കേട്ടോ. ഇതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. ഒരു 2 മിനിറ്റ് നല്ലോണം ഒന്ന് പിടിച്ച് വെക്കുക. ഇതുപോലെ ഒന്ന് പിടിച്ച് ഇങ്ങനെ അങ്ങ് വെച്ച് തരും കേട്ടോ. അതിനുശേഷം നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒട്ടിക്കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനി നമുക്കൊരു ബോയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ സാറ്റൻ കവേർഡ് ബോയാണ് ഇവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിബൺ ചുറ്റി അപ്പോൾ താഴ്ന്ന ഒരു 7 സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് നമ്മൾ പശ തേച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ 6 അല്ലെങ്കിൽ 6.5 അല്ലെങ്കിൽ 7 സെൻറ്റിമീറ്റർ വിട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ പശ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പശ തേച്ച് നമുക്ക് ഒരു സൈഡ് മാത്രം ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. കുറേശ്ശെ ഭാഗത്ത് വേണം പശ തേക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രം നമ്മൾ ഇതുപോലെ പശ ബോയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ മുകളിൽ വരെ കുറേശ്ശെ പശ തേച്ചിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ മോൾ ഭാഗം വരെ നമുക്ക് ഇത് കുറേശ്ശെ പശ തേച്ച് നമുക്ക് ഒട്ടിക്കാം കേട്ടോ. ഇതിന് ഫെൽറ്റ് ഷീറ്റോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, ക്യാൻവാസ് പേപ്പറോ അങ്ങനെ ഒന്നും വേണ്ട. കാര്യം ഇതിന് ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. ഇതിന് നന്നായിട്ട് ഒട്ടിയിരുന്നോളും. ഇങ്ങനെ നമുക്ക് മോൾ ഭാഗം വരെ ഇത് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ടല്ല, ഒരു പതുക്കെ ഇതുപോലെ പതുക്കെ നമ്മൾ പ്രസ് ചെയ്ത് വേണം മേപ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിച്ചെടുത്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ലുക്ക് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. വളരെ സിമ്പിളായിട്ടാണ്. അതുപോലെ തന്നെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ 2 ഉണ്ടാക്കാൻ പറ്റും. അത്രയ്ക്ക് എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലർക്കാണെങ്കിൽ ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്ത് ബോ വെക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയേക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ മുത്തുകൾ വേണമെങ്കിൽ വെച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇതുപോലെ മുത്തുകൾ വേണമെങ്കിൽ വെച്ച് പിടിപ്പിക്കുക. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഭാഗത്തെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ചെറിയ മുത്തുകൾ കിട്ടും. അപ്പോൾ അതിന് ചേരുന്ന മുത്തുകൾ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തേക്കേണ്ടത്. നല്ല രസമുണ്ട്. വളരെ എളുപ്പത്തിലാണ്. എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ഇത്. അപ്പോൾ എന്നെ തുടർച്ചയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. കമൻറ്റ് ഇടുന്ന കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് ചെയ്തു നോക്കാനും മറക്കല്. വളരെ സിമ്പിളാണ്. എത്ര മടിച്ചുകളാണെങ്കിലും അതുപോലെ തന്നെ എത്ര ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്കാണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ ഇരുന്ന് 10 പൈസ ഉണ്ടാക്കാനുള്ള, വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗം ആരും പാഴാക്കി കളയരുത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ബൈ.